അവഗണനയും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികൾ പ്രശ്നമല്ല എന്ന് പറഞ്ഞ ജോബിയുടെ ഭാര്യ മേഘ എസ് പിള്ള ഒരു താരമെന്ന രീതിയിൽ അടുത്തറിയാം. ഈ വെല്ലുവിളികളും നേരിട്ട ബുദ്ധിമുട്ടുകളും ജോബിക്കൊപ്പം നിന്ന് അറിയുന്ന ഒരാൾ മേഘ, എത്രത്തോളം പ്രയാസം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ആദരവ് വൈകുമ്പോൾ? കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആദരവ് അവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമായിരിക്കും. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, സാധാരണ ആളുകളുടെ സ്പോർട്സിനെ കുറിച്ച് അറിവുള്ളവരെല്ലാവരും ഉണ്ട്. ഞാൻ കുറച്ചുകൂടി അടുത്തറിയുന്നത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവരുടെ സ്പോർട്സിനെയാണ്. ഇപ്പോൾ ജോബി മാത്യു ഉയർന്നു വരുന്നു. എത്രയോ പേര് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ധാരാളം കഴിവുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എമ്പതി, ഒരു പ്രോത്സാഹനം കിട്ടുകയാണെങ്കിൽ വളരെ വളരെ ഫലവത്തായിരിക്കും അവരുടെ ലൈഫിൽ. നാളെ ജോബി മാത്യുവിനെ കണ്ടിട്ട് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രചോദനം തോന്നി ഈ രംഗത്തേക്ക് വരുവാണെന്ന് കരുതും. അവർ വന്നു കഴിയുമ്പോൾ അവരിതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ധാരാളം ആളുകൾ സഹായിക്കുമായിരിക്കും. പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാജ്യം അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ, ആ നാട്ടിലുള്ളവരുടെ ഇടയിൽ അവർക്ക് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. 5 മെഡൽ കിട്ടി തിരിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു പക്ഷേ ആ സമയത്ത് ജോബി അത് മേഘയോട് മാത്രമായിരിക്കുമല്ലോ തുറന്നു പറഞ്ഞിട്ടുണ്ടാകുക. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട്. കാരണം സ്റ്റേറ്റിൽ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് ഡയറക്ടർ ബോർഡിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോൺ കോൾ, കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം സ്പോർട്സ് കൗൺസിൽ പോയി റെപ്രസെൻറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈമിലും ജൂലൈ 12 തന്നെ ഇവർ പോകുന്നതിന് മുമ്പും CM കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോൺ കോള്, നമ്മളൊക്കെ ടി വിയിൽ കാണാറുണ്ടല്ലോ, ലോക ചാമ്പ്യൻഷിപ്പിൽ വേണ്ട, കോമൺവെൽത്ത് ഗെയിംസിൽ വേണ്ട, നാഷണൽ ഗെയിംസിൽ കേരളത്തിൽ നിന്ന് മറ്റ് സ്പോർട്സിൽ വിന്നറായി കഴിയുമ്പോൾ ഒരു അപ്രീസിയേഷൻ അവരുടെ വീടുകളിലേക്ക് വിളിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ തന്നെ ചാനലിലൂടെ അതെല്ലാം പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു കാര്യം ഞാനും പ്രതീക്ഷിച്ചിരുന്നു. അത് ഈവൻ എപ്പോഴും പറയുന്നു, ഞങ്ങളൊരു പേഴ്സണലായിട്ടല്ല, ഇത്തവണ ശ്രീ അബ്ദുള്ള സാർ കായിക താരമായിട്ടല്ല, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ആയിട്ട് ഇതിന് ഉത്തരം പറഞ്ഞാൽ ജോബിയെ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് അതിൻ്റെ അന്തസ്സായ രീതിയിൽ തീർച്ചയായിട്ടും അയാളെ അനുമോദിക്കും. അതിൻ്റെ കൂടെ പക്ഷേ ഇത്രയും പരാതി പറഞ്ഞതിന് ശേഷം പരാതിയില്ല. ജോബിയും ഞാനും സംസാരിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ ലെവലിൽ മെഡൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം നമ്മളെ അംഗീകരിച്ചില്ല എന്നുള്ള അത് വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരള ഗവൺമെൻറ് തീർച്ചയായിട്ടും അറിയിക്കുന്ന അംഗീകാരം കൊടുക്കും. നമുക്ക് മറ്റ് കോച്ചുമാരോട് ചോദിക്കാം, ഇതിൻ്റെ അഭിപ്രായം പറയാം സാർ. കാരണം 1952 ഹെൽസിംകി ഒളിമ്പിക്സിൽ നമ്മൾ ഒരു വ്യക്തിപരമായിട്ട് ഒരു ഇൻഡിവിജ്വൽ മെഡൽ കിട്ടിയത് KD ജാദവ് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രക്കാരൻ സത്താര ജില്ലയിൽ കരാട് എന്ന സ്ഥലത്തുള്ള KD ജാദവ് സാധാരണക്കാരനായ ഒരു ഗുസ്തിക്കാരനാണ്. അദ്ദേഹത്തിന് അർജുന അവാർഡ് കൊടുത്ത എന്നാണ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. 2000 അദ്ദേഹം മരിച്ചതിന് ശേഷം അവരുടെ കുടുംബം വളരെ വിഷമിച്ച്, നമ്മുടെ മലയാള പത്രത്തിൽ വരെ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. വളരെ വിഷമിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ട്. അതിനുശേഷം മരിച്ചതിന് ശേഷം ആണ് അവർ ആ ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. ഈ അവാർഡിൻ്റെ പിറകിൽ കളിക്കുന്നത് എന്താണ്, ആരാണ് അവാർഡിൽ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നോംസിൻ്റെ കുഴപ്പം, അതാണ് ഏറ്റവും വലിയ ഇത്. ഈ അവാർഡ് അപ്ലൈ ചെയ്യുന്ന രീതി മാറ്റിക്കൊണ്ട് വ്യക്തികൾ അപ്ലൈ ചെയ്യണം, എനിക്ക് അവാർഡ് തരണമെന്ന് പറഞ്ഞ് അതിന് പോകാതെ അത് കൺസേൺ ഫെഡറേഷൻ അതാത് വർഷം അവരുടെ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികളുടെയും പെർഫോമൻസ്, ടീം ഇവൻ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇവൻ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. തോമസ് മാഷിനോട് ചോദിക്കാം. മാഷിന് ദ്രോണാചാര്യം നൽകുന്നതിനെതിരെ രൺധാവെ അടക്കമുള്ളവർ വന്നപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾ നാഷണൽ രീതിയിൽ പരിശീലനം നൽകിയിട്ടില്ല എന്നാണ്. അതേസമയം രമാകാന്ത് അച്ഛരേക്കരപ്പുള്ളവർക്ക് വളരെ വർഷം മുമ്പ് തന്നെ ദ്രോണാചാര്യം നൽകുകയും ചെയ്തു. ഒരു നോർത്ത് ഇന്ത്യൻ ലോബി കളിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ലോബി ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? ഒരു നോർത്ത് ഇന്ത്യൻ ലോബി ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അതിൽ നിന്ന് കേരള ക്രിക്കറ്റ് ലോകം രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. നോർത്ത് ഇന്ത്യ ലോബി ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ എമർജിങ് ടീമിൽ 3 പേരുണ്ട് നമ്മുടെ ഇവിടെ. പിന്നെ പല ക്രിക്കറ്റേഴ്സായിട്ട് കളിക്കുന്നുണ്ട് അവർ. പക്ഷേ ഇപ്പോഴും ഈ ലോബി കളിക്കുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ ഒരു കാര്യം ജോബി പറഞ്ഞു ആക്ച്വലി ജോബി അല്ല ഫിസിക്കലി ചാലഞ്ച് നമ്മുടെ സ്പോർട്സ് ഫെഡറേഷൻസും അസോസിയേഷൻസുമാണ്. ഞാൻ ഓപ്പൺലി പറയുകയാണ്, ജോബി അല്ല. ഇതിൻ്റെ താഴെ തലത്തിൽ മുതൽ ഇത് പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അർജുന അവാർഡാണെങ്കിലും മറ്റ് എന്ത് തരം അവാർഡുകളാണെങ്കിൽ പോലും അതാത് വർഷങ്ങളിൽ ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പരാതി ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാമായിരുന്നു.